വരാൻ പോകുന്ന നമ്മുടെ ഫെബ്രുവരി എന്ന് പറയുന്ന ഒരു സമയത്തെ കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ട് വിഷയാധിഷ്ഠിതമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചാൽ എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയം നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മോഡൽ ചോദ്യപേപ്പറുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ഘട്ടത്തിലെ പരീക്ഷയും പ്രധാനമാണ്. അതിൻ്റെയൊക്കെ ഒരു കൾമിനേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇയർ എൻഡായിട്ട് നടക്കുന്ന പരീക്ഷ. അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ ഒരു പരീക്ഷയിലേക്ക് പോകുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും ആ സിലബസ് മൊത്തം കവർ ചെയ്താൽ മാത്രമേ ആ പരീക്ഷയെ അറ്റൻഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് കുട്ടികളെല്ലാം ആ സിലബസിൻ്റെ ഭാഗമായി വരുന്ന മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ട് പഠിക്കുക. അതിൻ്റേതായ വെയിറ്റേജ്, ഓരോ ചാപ്റ്ററിന് വെയിറ്റേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെ കുട്ടികൾ ആ വെയിറ്റേജ് നോക്കി ആ പാഠഭാഗങ്ങൾ പഠിച്ച് ഇതൊരു ടൈം ടേബിൾ രൂപത്തിലാക്കി വരുന്ന ഒരു മാസക്കാലം നന്നായി പഠിച്ചാൽ എല്ലാ കുട്ടികൾക്കും വളരെ കോൺഫിഡൻറ്റോടുകൂടി വരുന്ന പരീക്ഷയെ അഭിമുഖീകരിക്കാൻ വേണ്ടി കഴിയും.